ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാവാതെ ഭക്തർ. സെപ്റ്റംബർ 19, 20 തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞുവെന്നാണ് പരാതി. സർക്കാർ VIP-കളെ സന്നിധാനത്തെത്തിക്കാനുള്ള നീക്കമെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, ഇതേ ദിവസം 20-ന് ആഗോള അയ്യപ്പ സംഗമം, തലേന്ന് ഈ 2 ദിവസങ്ങളിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. അതായത് ഈ ദിവസങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് ബുക്ക് ചെയ്യാനാകുന്നില്ല, പൂർണ്ണമാണെന്ന് കാണിക്കുന്നു. എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയ സമയം മുതൽ ഹൈന്ദവ സംഘടനകൾ ഭക്തർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു ഇത്. VIP-കൾക്ക് പ്രത്യേക പരിഗണന, സാമ്പത്തികമായി ശബരിമല ഭക്തരെ, തീർത്ഥാടകരെ തരംതിരിക്കുന്നതിനുള്ള ഒരു ഏർപ്പാട്, സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു നീക്കം, അയ്യപ്പസ്വാമിയെയും ശബരിമലയെയും മുൻനിർത്തിക്കൊണ്ട് ശബരിമലയെ ഒരു ആകർഷണ കേന്ദ്രമാക്കിക്കൊണ്ട് സാമ്പത്തിക ഉന്നമനം മാത്രമാണ് ഈ പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഹൈന്ദവ സംഘടനകളിൽ നിന്ന് തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നത്. ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് 19, 20 തീയതികളിൽ സാധാരണ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം സാധാരണ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമില്ല, അവർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ള കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന VIP-കളെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയർന്നു വരുന്നത്. വലിയ ആശങ്കയാണ് ഭക്തജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ഭക്തജനങ്ങളെ 2 തട്ടിലായി സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. അത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം തുടങ്ങിയ കാർഡുകൾ സ്പോൺസർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്ത് സുഖ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ദർശന ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നു എന്നുള്ള ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സാധാരണ ഭക്തജനങ്ങൾക്ക് 19, 20 ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തുകയും VIP-കളെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കം നടക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ച ആശങ്കയുടെ സാധൂകരിക്കുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 19, 20 തീയതികളിൽ ചുവന്ന നിറം തെളിഞ്ഞു കിടക്കുകയാണ്. അന്ന് സാധാരണ ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താൻ സാധിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ചോദിക്കുമ്പോൾ അന്ന് ഔദ്യോഗികമായി ഇതുവരെയും ഇതിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ആ ദിവസങ്ങളിൽ അതാണല്ലോ ദേവസ്വം ബോർഡിന് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സംഭവിക്കും? ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞവരുടെ എണ്ണവും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യുന്നവരുടെ എണ്ണവും തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ. അത് പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായും 3000 ആളുകളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 ആളുകളെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സാധാരണ ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ദർശനം ക്രമീകരിക്കുന്നതിൽ എന്ത് തടസ്സം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയില്ല. സാധാരണ ഭക്തജനങ്ങളെ മാറ്റി നിർത്തുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ സന്നിധാനത്ത് ദർശന ക്രമീകരണം ഏർപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പല ചോദ്യങ്ങൾ നേരത്തെ മുതലേ ഉയരുന്നതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട എന്താണ്? 3000 ആളുകളെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ്? ഏതൊക്കെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളാണ്? ഏതൊക്കെ സംഘടനാ പ്രതിനിധികൾക്കാണ് പ്രത്യേക പരിഗണന ഈ പരിപാടിയിൽ നൽകുന്നത്? അജണ്ടയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന് പറയുമ്പോൾ ഏതൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഈ സ്പോൺസർഷിപ്പുമാരെ കണ്ടെത്തിയിരിക്കുന്നത്? ഏതൊക്കെ കമ്പനികളാണത്? ഏതൊക്കെ വ്യക്തികളാണ് ഈ പണം നൽകുന്ന ആളുകൾ? സ്പോൺസർഷിപ്പിന് എന്തെങ്കിലും പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ തന്നെ സാധാരണ ഭക്തജനങ്ങളും ഒപ്പം ഹൈന്ദവ സംഘടനകളെല്ലാം മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി ഇതുവരെയും നൽകാൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിച്ചിട്ടില്ല. ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പന്തളത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എത്തിയിരുന്നു. അപ്പോഴും ഈ ചോദ്യം ഉയർന്നപ്പോൾ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ അയ്യപ്പ ഭക്തർ പറയുന്നു ഞങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് പറ്റുന്നില്ല എന്ന്. നമ്മളത് സൈറ്റിൽ നോക്കുമ്പോൾ 19, 20 തീയതികൾ, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്ന് സർക്കാർ പറയുന്ന ദിവസവും അതിൻ്റെ തലേന്നും ഈ 2 ദിവസങ്ങൾ ചുവപ്പ് കോളമാണ് കാണുന്നത്. അതായത് ഭക്തർ പറയുന്നത് ശരിയാണ്, നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്ന് വ്യക്തമല്ലേ? കൃത്യമാണ്. അത് ഭക്തജനങ്ങൾക്കിടയിൽ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. അത് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ഉന്നയിക്കുന്നത് പോലെ തന്നെ
VIP-കളെ പ്രത്യേക സുഖസൗകര്യങ്ങളോടുകൂടി ദർശന ക്രമീകരണം സന്നിധാനത്ത് നടത്തുന്നതിനു വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം വിലയിരുത്തൽ ഉണ്ട്. എന്തായാലും അതിനുവേണ്ടി പ്രത്യേക പരിഗണനയോട് കൂടി VIP-കളെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ എത്തിക്കുന്ന ആളുകളെ, ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിക്കുന്ന ആളുകളെ ശബരിമലയിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധാരണ ഭക്തജനങ്ങളെ ശബരിമലയുടെ ആപ്തവാക്യം പോലും മാറ്റി നിർത്തിക്കൊണ്ട്, എല്ലാവരും തുല്യരാണ് എന്നുള്ള ശബരിമലയുടെ ആപ്തവാക്യം പോലും മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. വീണ്ടും ഇടത് സർക്കാരിൽ നിന്നും സാധാരണ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരെ വേട്ടയാടുന്ന സമീപനം ഉണ്ടാകുന്നു, നടപടികൾ ആവർത്തിക്കപ്പെടുന്നു. പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളെ വേർതിരിക്കുന്നു, സാധാരണ ഭക്തജനങ്ങളെ മാറ്റി നിർത്തുന്നു. അത്തരം നടപടികൾ ഉണ്ടാകുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി മാറുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളാണ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചത്, അത് കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതലേ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, വിമർശനങ്ങൾ ശരിയാണ്, അത് കൃത്യമാണ്, അത് സാധൂകരിക്കപ്പെടുന്നതാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ആഗോള അയ്യപ്പ സംഗമത്തോട് തീയതി അടുക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ 19-20 ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് ദർശനത്തിനുള്ള ക്രമീകരണം ഉണ്ടാകുന്നില്ല. സാധാരണ ഭക്തജനങ്ങളെ മാറ്റി നിർത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടുന്നു എന്നുള്ളതായിരുന്നു തുടക്കം മുതലേ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശരി, ഇപ്പോൾ വിർച്വൽ ക്യൂവിന് പോലും പറ്റുന്നില്ല, അങ്ങനെയും ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഒരു പ്രയോജനവും ഭക്തർക്കില്ലെന്ന് വ്യക്തമാവുകയാണ്. ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി ഉയരുന്നു. വിർച്വൽ ക്യൂ ബുക്കിംഗ് നടക്കുന്നില്ല എന്നാണ് ഭക്തർ പറയുന്നത്. അത് വെബ്സൈറ്റിൽ വ്യക്തവുമാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസവും തലേന്നും ബുക്കിങ്ങിന് പറ്റുന്നില്ല. ചുവപ്പ് കോളമായി അത് മാറിയിരിക്കുന്നു. അതായത് ഒന്നുകിൽ അത് പൂർണ്ണമായിരിക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമാക്കിയതാവണം, അതുമല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തതാവണം. സാധാരണ ഭക്തർ ആ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തരുത്, പമ്പയിൽ എത്തരുത്, ഭയന്നിട്ടാവാം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അയ്യപ്പന്റെ പേരിൽ പിരിക്കുന്ന പണം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ഉപയോഗിക്കുമോ എന്ന് കോടതിയുടെ ചോദ്യം. പരിപാടി വേണമെന്ന ആവശ്യം ആരുടേതാണ്? സ്പോൺസർഷിപ്പ് തുക ചെലവഴിക്കുന്ന കാര്യത്തിൽ സർക്കാർ മറുപടിയിൽ വ്യക്തതയില്ലെന്നും ഹൈക്കോടതി. അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായ ഹർജി കോടതി പരിഗണിക്കുന്നു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, അതായത് ഒരു വശത്ത് ഭക്തരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന ഗവേഷണത്തിലാണ് വീണ്ടും സർക്കാർ. അതാണല്ലോ നമ്മൾ അല്പം മുമ്പ് കണ്ട വാർത്തയിൽ വ്യക്തമാകുന്നത്. ഈ അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം വിർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുന്നില്ല, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു, അത് ബ്ലോക്ക്ഡാണ് എൻ്റെ തലേ ദിവസവും. അതേ സമയത്ത് മറുവശത്ത് ഹൈക്കോടതി സർക്കാരിനെ എടുത്തിട്ട് കുടയുകയാണ്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടതി നടപടികൾ അവസാനിച്ചു എന്നുള്ള ഒരു വിവരം കൂടിയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി രേഷ്മ ബാബു കൂടി ചേരുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും കൃത്യമായ ചോദ്യങ്ങൾ ഹർജിക്കാരൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലായി കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? അതായത് നേരത്തെ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ച പോലെ തന്നെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം, അതായത് ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തരെയും ഈ പമ്പാ തീരത്തേക്ക്, പവിത്രമായ പമ്പാ നദീ തീരത്തേക്ക് ക്ഷണിച്ച് വരുത്തി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആര് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു വിശ്വാസ സമ്മേളനമാണ്. വിശ്വാസമില്ലാത്ത ആൾ, നാസ്തികരായ ആൾ എങ്ങനെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഹൈന്ദവ സംഘടനകൾ ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യം മുതൽ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി മാറിയിരിക്കുന്നത് ദേവസ്വം മന്ത്രി PN വാസവനാണ്. അദ്ദേഹവും പ്രഖ്യാപിത യുക്തിവാദിയാണെന്നുള്ള ഒരു വാദം കൂടി മുന്നോട്ട് ഹൈക്കോടതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ ഹർജിക്കാരൻ കൃത്യമായി കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുതാര്യത എന്നുള്ള ഒരു വലിയ വാക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ സ്പോൺസർഷിപ്പിലൂടെ ഇങ്ങോട്ട് വരുന്ന പണം, അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്ന പണം എന്തു ചെയ്യും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ തന്നെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ
മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും പമ്പാ നദീതീരത്ത് പവിത്രമായ ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുണ്യമായ ഇടമായ പമ്പാ നദീതീരത്താണ് ഈ സംഗമം നടത്തുന്നത്. ആ കാര്യത്തിൽ ഒരു ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. സംഗമത്തിന് പമ്പയുടെ തീരത്ത് വേദി നിർമ്മിക്കുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെയ്യുമോ, സ്ഥിരം സംവിധാനമാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം 4 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി, ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഒരൊറ്റ ദിവസത്തേക്കുള്ള ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പയിൽ ചിലവാക്കാനായി ദേവസ്വം ബോർഡും സർക്കാരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം സംവിധാനമാണോ എന്നുള്ള കൃത്യമായ ഒരു ചോദ്യം കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം 2018 ശേഷം ഉണ്ടായ ആ മഹാപ്രളയത്തിൽ പമ്പ ഒന്നാകെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു. ഭക്തർക്ക് വിരിപ്പന്തൽ പോലും അവിടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. പൊരി വെയിലത്ത് കൂടി നടന്നു വരേണ്ട ഒരു കാഴ്ചകളൊക്കെ തന്നെ കണ്ടതാണ്. കഴിഞ്ഞ തവണയാണ് ഒരു താൽക്കാലിക പന്തൽ എന്ന രീതിയിലേക്ക് ദേവസ്വം ബോർഡും നിർമ്മിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക പന്തൽ മാത്രം അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ഒരു തരത്തിലുള്ള സൗകര്യവും അവിടെ പമ്പയിൽ ഒരുക്കാതിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ 4 കോടി രൂപ മുടക്കി ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ നടത്തുന്ന ഒരു പരിപാടിക്ക് കൃത്യമായുള്ള പണം ചിലവാക്കിക്കൊണ്ട് പന്തൽ നിർമ്മിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന വിശദീകരണം ജർമ്മൻ പന്തൽ ഒരുക്കുമെന്നാണ്. ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന എന്തായാലും ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം ഹൈക്കോടതി ചോദിച്ച ഈ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രസക്തമായി ഉള്ളത്. എന്താണോ അവർ ഇതിലൂടെ ലക്ഷ്യം വെച്ചത്, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ലക്ഷ്യം വെച്ചത്, അതൊക്കെ തന്നെ കൃത്യമായി പൊളിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ. ആദ്യം ഹൈന്ദവ സംഘടനകൾ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിനൊന്നും ഉത്തരമില്ല. പക്ഷേ ഹൈക്കോടതി ആ ചോദ്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് എന്തായാലും കൃത്യമായ ഒരു മറുപടി പറയേണ്ടിയിരിക്കുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനും. കാരണം വലിയ പ്രതിരോധത്തിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക്, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. കാരണം ഉത്തരം പറയാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇതുവരെ മുന്നോട്ട് പോയെങ്കിൽ ആ ചോദ്യങ്ങൾ, സാധാരണ ഭക്തർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ ആശങ്കകൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഹൈക്കോടതി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യങ്ങൾ തന്നെ ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. അതിൽ ആരൊക്കെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്ത സംഗമം നടത്തി സ്പോൺസർമാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തും എന്ന് പറയുന്നു. ആ സ്പോൺസർമാരുടെ പണം എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു. 3000-ലധികം ആളുകൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ആരൊക്കെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്? എന്താണ് ഈ ഭക്തരെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം? ആ ഒരു വാക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അരുണിലേക്ക് വരാം. ഇപ്പോൾ KP ശശീല ടീച്ചർ ഒപ്പം ചേരുന്നുണ്ട്. ശശീല ടീച്ചർ, നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരമില്ലാതെ നട്ടം തിരിയുന്നു സർക്കാർ. മറ്റൊരു ചോദ്യം ഏറ്റവും ഒടുവിലായി കേട്ടത്, ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് സാധാരണ ഭക്തരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്നൊരു ചോദ്യം. അതിനൊരു മറുവശമുണ്ട്. അല്പം മുമ്പ് നമ്മൾ ആ വാർത്ത നൽകിയതാണ്. ആ ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബ്ലോക്ക്ഡ് ആണ്, അഥവാ ഭക്തർക്ക് ബുക്ക് ചെയ്യാനാകുന്നില്ല, അവർക്ക് വിലക്കാണ്. എന്താണ് പ്രതികരണം? ഇവിടെ കമ്മ്യൂണിസം എന്താണോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ നേരെ വിപരീതമാണ്. കാരണം അവര് എല്ലാവരെയും സമത്വം കൊണ്ടുവരാനാണ് എന്നൊക്കെയാണ് കമ്മ്യൂണിസത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത്. ഇവിടെ ഇപ്പൊ സമത്വത്തിന്റെ തിരുനടയാണ് ശബരിമല. അവിടെ പോലും പണമുള്ളവനെ മാറ്റി അവനെ VIP ആയി പരിഗണിച്ച് അയ്യപ്പന്റെ മുന്നിലേക്ക് എഴുന്നള്ളിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. സാധാരണ അയ്യപ്പ ഭക്തന്മാർക്ക് 2 ദിവസം ദർശനത്തിന് അവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ പണമുള്ളവർക്ക് മാത്രമുള്ളതായി മാറ്റുകയാണ്. ഇവിടെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ആദ്യം വേണ്ടത് സർക്കാരിന്റെ ഒരു നിശ്ചയദാർഢ്യം മാത്രമാണ്. അത് എന്താണ് നടപ്പാക്കേണ്ടത് എന്നുള്ള ഒരു രീതിയും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ അതുമായി സഹകരിക്കും. അതിന് ഇതുപോലുള്ള പേക്കൂത്തുകളൊന്നും നടത്തണ്ട. അവിടെ സ്വർണം പൂശാൻ വരെ ഭക്തജനങ്ങൾ അവിടെ എത്തിയത്, അല്ലെങ്കിൽ അത് താല്പര്യമുള്ളവർ അവിടെ എത്തിയത് ഇവർ നിക്ഷേപ സംഗമം നടത്തിയിട്ടല്ലല്ലോ എത്തിയത്. അവിടുത്തെ ഓരോ നിർമ്മാണ പ്രവർത്തനവും സർക്കാർ ഒന്ന് പച്ചക്കൊടി കാണിച്ചാൽ അത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ധാരാളം ഭക്തർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അവരെ അതിനുവേണ്ടി ഇത്തരത്തിലുള്ള നാടകമൊന്നും കാണിക്കേണ്ട. അപ്പൊ അവിടുത്തെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കലോ ശബരിമലയിലെ വികസനം ഒന്നും അല്ല ഇവിടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് ഒന്നും വേണ്ട എന്നുള്ളത് നാളിതുവരെയുള്ള ശബരിമലയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിലുപരിയായി മറ്റെന്തൊക്കെയോ സങ്കുചിത ലക്ഷ്യങ്ങൾ അവർക്ക് നടപ്പാക്കാനുണ്ട്.
തീർച്ചയായും ഇവിടെ എനിക്ക് തോന്നുന്നു ഭക്തർക്ക് ഇങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പൊ ഏതെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാനുള്ളവരോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യമുള്ളവരോ, അതാണ് ഈ തെരഞ്ഞെടുപ്പ് സർക്കാരാണ് നടത്തുന്നത് എന്ന് പറയുന്നത്. ഈ 3000 പേരെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന നിർദ്ദേശത്തിലുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടുകൊള്ളണം എന്നില്ല എന്നാണ്. അപ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കറിയണ്ടേ? എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എന്നറിയാതെ ഒരു നിശ്ചിത മാനദണ്ഡം ഇങ്ങനെ പിന്നെ ഓൺലൈനായി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാനദണ്ഡം കൂടി പറയണ്ടേ? ഇവിടെ മാനദണ്ഡം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണോ കള്ളപ്പണക്കാര്, ആരാണോ ഇവിടെ ശബരിമലയിലേക്ക് ചെലവഴിക്കുന്നതിന്റെ അതിന്റെ തുല്യമായി സർക്കാരിലേക്കോ അല്ലെങ്കിൽ ഇവർ നടത്തിപ്പുകാർ കൂടി പണം കൊടുക്കാൻ തയ്യാറുള്ളവരാരോ അവരെയാണ് തിരയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഗുരുവായൂരടക്കം സ്വന്തമായി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഒരിക്കലും അനുവാദം കൊടുക്കാറില്ല. അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ളവരെ അവർ അംഗീകരിക്കാറില്ല. പകരം ദേവസ്വം ബോർഡിലൂടെ നടത്തണം. കാരണം എന്നാലേ അവർക്ക് അതിന്റെ കമ്മീഷനൊക്കെ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ചെയ്യാൻ താല്പര്യമുള്ള ധാരാളം ഭക്തരുണ്ട്. ഇവിടെയും മറിച്ചല്ല, കാര്യലാഭം മാത്രമാണ് അവരിതിന്ന് ലക്ഷ്യം വെക്കുന്നത്. അത് മാത്രമല്ലല്ലോ, ഈ ഭക്തരുടെ സംഗമം എന്നിവർ അവകാശപ്പെടുമ്പോഴും അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ആ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുന്നത് ആരാണ്? ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ യുക്തിവാദികളാണെന്ന് സ്വയം പറയുന്നവരാണല്ലോ. അതെങ്ങനെ അയ്യപ്പ സംഗമമാകും, അയ്യപ്പ ഭക്തരുടെ സംഗമമാകും? അവർ ബോധപൂർവം ഭക്ത എന്ന പേര് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. ഭക്ത എന്ന് ഒഴിവാക്കിയിട്ട് അയ്യപ്പ സംഗമം അവിടെ തന്നെ അത് പോകുന്നില്ല. കാരണം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മലയ്ക്ക് മാലയിട്ടവനാണ്. അയ്യപ്പ ഭക്തൻ എല്ലാവരും എന്നും അയ്യപ്പ ഭക്തരാണ്. അത് ഏത് കാലത്തും അയ്യപ്പ ഭക്തരാണ്. നേരെ മറിച്ച് അയ്യപ്പൻ എന്നൊരു സ്ഥാനപ്പേര് കിട്ടണമെന്നുണ്ടെങ്കിലും മലയ്ക്ക് മാല ഇടണം. അപ്പൊ മാത്രമാണ് അയ്യപ്പൻ എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ തന്നെ ഇവിടെ പൊളിഞ്ഞു പോയി. ഇവരെ ഈ പോകുന്നവരെല്ലാം ഇരുമുടിക്കെട്ടെടുത്ത് അല്ലെങ്കിൽ മാലയിട്ടിട്ടാണോ അവിടെ സംഗമത്തിന് വരുന്നത്? അല്ലാത്തവരൊക്കെ അയ്യപ്പ ഭക്തർ മാത്രമാണ്, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ മാത്രമാണ്. അയ്യപ്പ ഭക്തർ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഈ വരുന്നവർ ഒറ്റയാൾ പോലും എനിക്ക് വേണ്ട ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി അയ്യപ്പനായിട്ടാണോ ചെല്ലുക? അയ്യപ്പ സംഗമത്തിലേക്ക് ചെല്ലുന്ന മുഖ്യമന്ത്രി ആദ്യം ക്ഷണിച്ച സ്റ്റാലിന്റെ അവസ്ഥ നമുക്കറിയാം. ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി അയ്യപ്പനായിട്ടാണോ വരിക? ഒരു പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു അയ്യപ്പന്റെ മൂലമന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയ്യപ്പ സ്തുതിയോ ചൊല്ലിയാൽ ആരും എഴുന്നേൽക്കണ്ട എന്ന് പറയുന്ന ആളായിരിക്കുമല്ലോ പിണറായി. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ പോലും ആരും എഴുന്നേൽക്കണ്ട എന്ന് പറയത്തക്ക വിധത്തിലുള്ള ധാർഷ്ട്യം കാണിക്കുന്നയാളാണ്. അപ്പൊ ഇവിടെ ഭക്തരും അല്ല വരുന്നത്, അയ്യപ്പന്മാരും അല്ല വരുന്നത്. ഇവിടെ കുറച്ച് പണക്കാർ വന്ന് ആ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ഉണ്ടാക്കാൻ ആരെയൊക്കെ സമീപിക്കണം എന്നറിയാൻ അത്തരക്കാരെ അയ്യപ്പന്റെ പേര് പമ്പാ വനത്തലത്തിൽ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, നന്ദി KP ശശികല ടീച്ചർ പ്രതികരിച്ചതിന്. രേഷ്മ ബാബു കൂടി ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് ഒടുവിലായി ഹൈക്കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, നിരവധി ചോദ്യങ്ങളാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർക്കാരിന് നേരെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ക്ഷണിതാക്കൾ ആരൊക്കെ, ഈ ക്ഷണിതാക്കളുടെ മാനദണ്ഡങ്ങൾ, അതായത് ക്ഷണിക്കപ്പെടുന്ന ആളുകളുടെ മാനദണ്ഡങ്ങളൊക്കെ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി സർക്കാരിന് നേരെ ഉയർത്തിയിട്ടുണ്ട്. സർക്കാർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരായവർക്ക് കൂടി ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. 3000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ഉന്നയിച്ചത്. സർക്കാർ പറഞ്ഞത് തങ്ങൾ ദേവസ്വം ബോർഡിനെ സഹായിക്കുക മാത്രമാണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതായത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവസ്വത്തിന്റെ സർക്കാരിന്റെ പണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള വാദവും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു അവിശ്വാസം മാത്രമല്ല, ഒരു ആശങ്ക കൂടി ഹൈക്കോടതിക്കുണ്ട്. അതായത് ഈ സ്പോൺസർഷിപ്പിലൂടെ പിരിക്കുന്ന പണം അത് എങ്ങോട്ടാണ് പോവുക, ഒപ്പം തന്നെ അത് ഏത് വിധത്തിൽ ഉപയോഗിക്കും, ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാൻ ഇതുവരെ ഹൈക്കോടതിക്ക് മുന്നിൽ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ പറയുന്നത് 3000 പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 4 കോടി രൂപ പ്രതീക്ഷിക്കുന്ന ഒരു ചെലവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ 4 കോടി രൂപ പിരിച്ചെടുക്കാൻ സ്പോൺസർഷിപ്പിലൂടെ സാധിച്ചില്ല എങ്കിൽ ബാക്കി തുക എങ്ങനെ കണ്ടെത്തും, അതായത് ഈ ചെലവ് എങ്ങനെ വഹിക്കും എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അത് ഹർജിക്കാരടക്കം ഈ ചോദ്യം ഉന്നയിച്ച സമയത്ത് ഇക്കാര്യത്തിൽ മറുപടി സംസ്ഥാന സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊന്ന്, ഈ ക്ഷണിക്കപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പന്മാർക്ക്, അതായത് ഭക്തർക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ? ഈ അയ്യപ്പ ഭക്ത സംഗമം അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത്
സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുമോ? ഇതൊക്കെ തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ലാഘവത്തോടുകൂടിയുള്ള ഒരു സമീപനവും മറുപടിയാണ് നൽകിയിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് പങ്കെടുക്കാം, പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മറുപടി സർക്കാർ നൽകിയിട്ടുമില്ല. അതായത് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ചത് ഈ നിലവിൽ പിരിച്ചെടുക്കുന്ന പണം അത് എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ളതാണ്. കാരണം ഈ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ തുക പിരിച്ചെടുക്കുന്നത്. ആ തുക ചെലവഴിക്കുന്ന രീതി ഇതുവരെ എതിർ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറുപടി വേണമെന്നുള്ളൊരു നിലപാട് ഹൈക്കോടതി ഈ ഘട്ടത്തിലും എടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ക്ഷണിക്കപ്പെടുന്ന വ്യക്തികളുടെ മാനദണ്ഡങ്ങൾ, അവർ എത്തരക്കാരായിരിക്കണം, ഏത് വിധത്തിലുള്ള ആളുകളായിരിക്കണം, അങ്ങനെ ഏതെങ്കിലും മാനദണ്ഡമുണ്ടോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി പിന്നീട് ഉന്നയിച്ച ചോദ്യം. അതിനും കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ല. പിന്നീട് സർക്കാരിന്റെ പങ്കെന്താണ്, ആർക്കാണ് ഇത്തരമൊരു സംഗമം പമ്പാ തീരത്ത് നടത്തേണ്ട ആവശ്യകത ആർക്കാണ് തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതി സർക്കാരിന് നേരെ ഉന്നയിച്ചു. അതിന് സർക്കാർ മറുപടി പറഞ്ഞത് തങ്ങൾ ദേവസ്വം ബോർഡിനെ അസിസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം സമാഹരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഹൈക്കോടതി ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിലേക്ക് എന്തിനു വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അതായത് ഈ പണം അങ്ങോട്ടേക്ക് വിടാനായിട്ട് എന്താണ് ഉദ്ദേശം, ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി വേണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലാണ്. കാരണം ഈ 19-നും 20-നും വെർച്വൽ ക്യൂ സംവിധാനം ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി ഹൈക്കോടതിയിൽ ഹർജിക്കാർ അറിയിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഈ സാധാരണ ഭക്തജനങ്ങളുടെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുകൂടി ഹൈക്കോടതി എടുത്തു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ഹൈക്കോടതി സർക്കാരിനോട്. ആ ചോദ്യങ്ങളിൽ ആശങ്കയുണ്ട്, അവിശ്വാസവുമുണ്ട്.